ഹായ് ഓൾ, ഫേസ്ബുക്കിൽ നമ്മൾ റീൽസ് അപ്ലോഡ് ചെയ്ത ഉടനെ നമ്മൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക്, കോപ്പിറൈറ്റ് ക്ലെയിം വരാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യം നമ്മൾക്ക് എങ്ങനെ ഒഴിവാക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നിങ്ങൾ വേണ്ടത്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾക്ക് ഈ കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കണ്ടന്റ് മാത്രം യൂസ് ചെയ്യുക. നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഷൂട്ട് ചെയ്ത വീഡിയോ മാത്രമായിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ നിങ്ങളുടെ വോയിസ് ഓവറും കൂടി കൊടുത്തിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ്. അതാകുമ്പോൾ നിങ്ങൾക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എത്ര റീൽസ് ആണെങ്കിലും എത്ര ലോങ് വീഡിയോ ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫോണിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള റീൽസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ്, നിങ്ങൾ മ്യൂസിക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലുള്ള റോയൽറ്റി ഫ്രീ മ്യൂസിക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ്ഡ് മ്യൂസിക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ലൈസൻസ്ഡ് മ്യൂസിക് ലഭിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്സ് ഒക്കെ ലഭിക്കും. അത് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് CM ടൂൾ ലഭിക്കുന്നതിന് മുമ്പേ നമുക്ക് കൂടുതലും റോയൽറ്റി ഫ്രീ മ്യൂസിക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ മാത്രമേ ഉണ്ടാവാറില്ല. അതിലാണെന്നുണ്ടെങ്കിൽ വലിയ ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്ങോ കാര്യങ്ങളൊന്നും ലഭിക്കാറില്ല. എന്നിരുന്നാലും നിങ്ങൾ അത്തരത്തിലുള്ള സോങ് താൽക്കാലികമായിട്ട് ഉപയോഗിക്കുക. നിങ്ങൾക്ക് ആ ടൂള് കിട്ടുന്നവരെ, CM ടൂള് കിട്ടുന്നവരെ അത്തരത്തിലുള്ള സോങ്സ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ സോങ് ഉപയോഗിച്ചില്ലെങ്കിലും നിങ്ങൾ വിചാരിക്കേണ്ട നമ്മളുടെ കണ്ടന്റ് എവിടെ എത്തൂല, നമ്മൾക്ക് റീച്ച് കിട്ടൂല എന്നുള്ള ഒരു വിചാരം നിങ്ങൾക്ക് വേണ്ട. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സോങ് അല്ല നിങ്ങളുടെ കണ്ടന്റ് വൈറലാവുന്നത് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ കണ്ടന്റ് നല്ല രീതിയിൽ റീച്ച് ആവുന്നത് നിങ്ങളുടെ കണ്ടന്റിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉപയോഗിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. പിന്നെ മൂന്നാമത്തെ കാര്യമാണ് റീ അപ്ലോഡ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ മറ്റുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുത്തിരിക്കുന്ന വീഡിയോസ്, യൂട്യൂബിൽ നിന്നായാലും ശരി, അതുപോലെ തന്നെ ടിക്ടോക്കിൽ നിന്നായാലും ശരി, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ നിന്നായാലും ശരി, അവിടുന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഡയറക്റ്റ് നിങ്ങൾ ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് കോപ്പിറൈറ്റ് ആയിട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. അതായത് നിങ്ങൾ ടിക്ടോക്കിലുള്ള ഒരു വീഡിയോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാട്ടർമാർക്ക് അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതേ വാട്ടർമാർക്കോട് കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ പ്രശ്നം വരും. അതേപോലെ തന്നെ പിന്നെ യൂട്യൂബിൻ്റെതായാലും ശരി, ഇൻസ്റ്റഗ്രാമിൻ്റെതായാലും ശരി, നിങ്ങൾ അവിടുന്ന് ഡൗൺലോഡ് ആക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും അപ്ലോഡ് ചെയ്ത് കൊടുക്കരുത്. മനസ്സിലായല്ലേ? നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ക്രോസ് പോസ്റ്റ് ചെയ്യുക, ഫേസ്ബുക്കിലേക്ക് ക്രോസ് പോസ്റ്റ് ചെയ്യുക. അല്ലാതെ നിങ്ങൾ അവിടുന്ന് ഡൗൺലോഡ് ആക്കിയിട്ട് ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ നാലാമത്തെ കാര്യമാണ്, സിനിമ TV ക്ലിപ്പുകളൊക്കെ പരമാവധി ഒഴിവാക്കുക. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഈ വേൾഡ് കപ്പിന്റെ ചെറിയൊരു ഭാഗം 2-3 സെക്കൻഡോ ഉപയോഗിച്ചിട്ട് കോപ്പിറൈറ്റ് സ്ട്രൈക്കും അതുപോലെ തന്നെ ക്ലെയിമും വന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അത്തരത്തില് പിന്നെ അവരെ ഡയറക്റ്റ് സ്ട്രൈക്കാന്ന് കൊടുക്കുന്ന അത്തരത്തിലുള്ള ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ നിങ്ങളുടെ അക്കൗണ്ടിന്റെ റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ സസ്പെൻഡ് ആണെന്ന് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രമുഖ പിന്നെ ബ്രാൻഡ് അറിയപ്പെടുന്ന തരത്തിലുള്ള ഒരുപാട് TV പ്രോഗ്രാമുകൾ ഉണ്ടാകാറുണ്ട്. അതായത് ബിഗ് ബോസ്, അതുപോലെ തന്നെ അറിയപ്പെടുന്ന TV സീരിയൽസ്, പിന്നെ അതുപോലെ തന്നെ IPL, അതുപോലെ തന്നെ ഈ FIFA വേൾഡ് കപ്പ്, ഇങ്ങനെയുള്ള മെയിൻ പബ്ലിസിറ്റി ഉള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരിക്കലും അതിന്റെ ക്ലിപ്പ് നിങ്ങളുടെ കണ്ടന്റിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പൊക്കെ അത് നമ്മൾ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഇപ്പം നല്ല രീതിയിൽ സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. ഒരു 2-3 സെക്കൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞാലും അതിന് നമുക്ക് ഇഷ്യൂസ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പരമാവധി അത്തരത്തിലുള്ള കണ്ടന്റ് നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നാലാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ TV ക്ലിപ്പുകൾ. അതായത് നിങ്ങൾ പ്രമുഖ സിനിമ റിലീസ് ആയി കഴിഞ്ഞാൽ അതിന്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ TV പ്രോഗ്രാം, ഈ ബിഗ് ബോസ്, അതുപോലെ തന്നെ പ്രമുഖ സീരിയല്, പിന്നെ അതുപോലെ തന്നെ ഈ കഴിഞ്ഞ വേൾഡ് കപ്പ്, അതുപോലെ തന്നെ ഈ IPL, ഇത്തരത്തിലുള്ള പിന്നെ TV പ്രോഗ്രാമുകളൊക്കെ സ്പോർട്സും കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് പ്രശ്നം തന്നെയായിരിക്കും. ഒരു 4-5 സെക്കൻഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതും പ്രശ്നം തന്നെയാണ്. നിങ്ങളത് ഒരു ചെറിയൊരു ഭാഗം എടുത്തിട്ട് അതിനെ നിങ്ങൾ എന്തെങ്കിലും അതിനെ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് നിങ്ങൾ അതിനെ ഒരു ചെറിയൊരു ഭാഗമായിട്ട് നിങ്ങളുടെ റീൽസിൽ ഉൾപ്പെടുത്തിട്ട് ബാക്കി 70-80% നിങ്ങൾ അതിൽ എഫോർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ, എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള കണ്ടന്റ് ആക്കി എടുക്കാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതല്ലാതെ നിങ്ങൾ ഒരു എഫോർട്ടും ഇല്ലാണ്ട് ഡയറക്റ്റ് അവരുടെ കണ്ടന്റ് മാത്രം നിങ്ങൾ 4 സെക്കൻഡ് എടുത്തു കഴിഞ്ഞാലും 5 സെക്കൻഡ് ഉള്ളൊരു റീൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും അത് കോപ്പിറൈറ്റ് ആയിട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ പല സൈറ്റുകളിലും നമ്മൾക്കിപ്പം പലതരത്തിലുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് ലൈസൻസ്ഡ് ആയിട്ടുള്ള ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസും ആണോ എന്ന് ശ്രദ്ധിക്കണം. കാരണം പല ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസൊക്കെ നമുക്ക് ഡൗൺലോഡ് ആക്കി എടുക്കാൻ പറ്റാന്നുണ്ടെങ്കിലും അത് ലൈസൻസ്ഡ് സാധനമാണ്. നമ്മൾ അത്
ഏത് സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുമ്പോഴും നമുക്കത് കോപ്പിറൈറ്റ് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഫോട്ടോയും വീഡിയോയും നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ഡൗൺലോഡ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. പിന്നെ ആറാമത്തതാണ് AI ഉപയോഗിച്ചിട്ടുള്ള വീഡിയോസ്. AI ഉപയോഗിച്ചിട്ട് നിങ്ങൾ AIന്റെ ബട്ടൺ ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിലും അതിൽ നിങ്ങൾ സിനിമ സോങ്സും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ മൂവി ക്ലിപ്പൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് നിങ്ങളുടേതല്ലാത്ത വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കരുത്. നിങ്ങൾ AI യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള 6 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരാനുള്ള സാധ്യത ഉണ്ടാവില്ല. അപ്പോൾ പല ആൾക്കാരും അശ്രദ്ധ മൂലമാണ് അവർക്ക് അവരുടെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്നത്. അടുത്ത കാലത്ത് തന്നെ ഈ വേൾഡ് കപ്പിന്റെ ക്ലിപ്പ് ഉപയോഗിച്ചിട്ട് ഒരുപാട് പേരുടെ അക്കൗണ്ട് പിന്നെ സസ്പെൻഡും പിന്നെ റെസ്ട്രിക്ഷൻ ഒക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ഇനി ബിഗ് ബോസ് വരുന്നുണ്ടെങ്കിൽ ബിഗ് ബോസിന്റെയും കുറെ ക്ലിപ്പുകൾ കുറെ ആൾക്കാർ യൂസ് ചെയ്തിട്ട് അത് കോപ്പിറൈറ്റ് ക്ലെയിമും സ്ട്രൈക്കൊക്കെ വാങ്ങി വെക്കാറുണ്ട്. അപ്പം അത്തരത്തിലുള്ള ക്ലിപ്പുകളൊക്കെ നിങ്ങൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കണ്ടന്റിൽ ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.